പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മൂന്നാമത്തെ വീഡിയോ ചെയ്യുന്നത് അല്ലേ. അപ്പം പോട്ടെ, അങ്ങനെ ചിത്രങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വീഡിയോകളുടെ എണ്ണം കൂടിക്കൂടി വരും. അപ്പം പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിൻ്റെ, അതുപോലെ പടക്കളം എന്നീ ചിത്രങ്ങളുടെ കളക്ഷൻ നോക്കാനുണ്ട്. അതുപോലെ 6ഓളം പുതിയ ചിത്രങ്ങളിൽ 3 ചിത്രങ്ങളിലെ മാത്രമേ കളക്ഷൻ നമ്മൾ അറിഞ്ഞുള്ളൂ. ഇനിയും 3 ചിത്രങ്ങൾ കിടക്കുന്നു. അതുപോലെ തന്നെ പഴയ ചിത്രങ്ങളായ ബഫൂക്ക, മരണമാഫ്, ആലപ്പുഴ ഗാന എന്നിവരുടെ കൃത്യമായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷനും വന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ നമുക്ക് നോക്കാം. കേരളത്തിൽ നിന്ന് ഇത് 14 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തതായിട്ടാണ് അറിയുന്നത്. ഇന്നലെ 35 ലക്ഷത്തിന് മുകളിലായിരുന്നു ഇതിൻ്റെ കളക്ഷൻ. അപ്പം മഴയത്ത് 35 മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം മികച്ച ഒരു വിജയത്തിൽ തന്നെ പോകുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഇന്ത്യ ഗ്രോഫ് ആയിട്ട് കാണിക്കുന്നത് 16 കോടി 32 ലക്ഷമാണ്. ഓവർസീസ് കളക്ഷൻ 5 കോടി 8 ലക്ഷം രൂപയാണ്. അങ്ങനെ ടോട്ടലായിട്ട് 22 കോടി 12 ലക്ഷത്തിലേക്ക് ഈ ചിത്രം എത്തുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ കേരളത്തിൽ നിന്ന് 14 കോടിക്ക് മുകളിൽ ഉള്ള കളക്ഷനും പ്രതീക്ഷിക്കുന്ന ഈ ചിത്രം ഒരു വിജയക്കുതിപ്പ് തന്നെ തുടരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അപ്പം ദിലീപിൻ്റെ വളരെ നാളിന് ശേഷമാണ് ഒരു ചിത്രം ഈ രീതിയിൽ 20 കോടിയും പിന്നിടുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ദിലീപിൻ്റെ തിരിച്ചുവരവ് എന്ന് ചിത്രത്തെ നിസ്സംശയം പറയാനും പറ്റും. പടക്കളം എന്ന ചിത്രം, പടക്കളം ചിത്രം വലിയ ചിത്രങ്ങളുമായിട്ട് ഫൈറ്റിലൂടെ വിജയിച്ച ഒരു ചിത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂടും ഷറഫുദ്ദീനും ഒക്കെ നിറഞ്ഞാടിയ ചിത്രം മികച്ച രീതിയിൽ കളക്ഷനുമായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ 30 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ഈ ചിത്രം നേടിയിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നലെ 10ാമത്തെ ദിവസം 30 ലക്ഷത്തിന് മുകളിലാണ് ഇത് കളക്ട് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏകദേശം 11 കോടിക്ക് മുകളിലുള്ള തുക കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പം വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം ഒരു പക്ഷേ 15 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 15 കോടി 16 കോടി റേഞ്ചിൽ തന്നെ ഈ ചിത്രം എത്തിക്കാണും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഈ 2 ചിത്രങ്ങൾ ഇന്നലത്തെ പടക്കളത്തിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6290 ടിക്കറ്റ് വിറ്റുമാറിയിട്ടുണ്ട്. പ്രിൻസിൻ്റെ 6110 ടിക്കറ്റാണ് 24 മണിക്കൂറിൽ ഇപ്പോൾ വിറ്റുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പ്രിൻസിനേക്കാൾ അല്പം എഡ്ജ് കൂടുതൽ പടക്കളത്തിനാണെന്ന് ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് വിൽപ്പന നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മഴ എല്ലാ ചിത്രങ്ങളെയും ബാധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ചിത്രങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. മറ്റ് 2-3 ചിത്രങ്ങളാണ് 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രം. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം നേടിയിരിക്കുന്ന 14 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്ന ഇന്ദ്രജിത്ത് നായകനായ ചിത്രം 4 ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. UK എന്ന ചിത്രവും 2 ലക്ഷം രൂപ മാത്രം കളക്ട് ചെയ്തിട്ടുള്ളതാണ് കാണുന്നത്. ആസാദിയുടെ കളക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 45 ലക്ഷം രൂപയാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള കളക്ഷനും ഒക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ പഴയ ചിത്രങ്ങളെ നമുക്ക് മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ബഫൂക്ക, മമ്മൂട്ടിയുടെ 2ാമത്തെ ചിത്രമായിരുന്നു ബഫൂക്ക. അന്ന് പലരും പരാജയമാണെന്ന് പറഞ്ഞപ്പം പലരും നമ്മളെ അറപറാഞ്ചം ചീത്ത വിളിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ കൃത്യമായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഏകദേശം ശരിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ബഫൂക്കയുടെ കളക്ഷൻ എന്ന് പറയുന്നത് 13 കോടിയും 55 ലക്ഷം രൂപയാണ്. അന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്, 25 കോടിയൊക്കെ എത്തി എന്നൊക്കെ പറഞ്ഞവർ ഇപ്പം എവിടെ പോയി എന്നറിയാൻ താല്പര്യമുണ്ട്. ഏതായാലും ബഫൂക്കയുടെ കേരള കളക്ഷൻ 13 കോടി 55 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഈ കളക്ഷനാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. വളരെ കുറവാണ്, 1 കോടി 45 ലക്ഷം രൂപ മാത്രമേ ഇത് നേടിയിട്ടുള്ളൂ. ഓവർസീസ് കളക്ഷൻ എന്ന് പറയുന്നത് 10 കോടി 19 ലക്ഷം രൂപയാണ്. 5 കോടി 19 ലക്ഷത്തിലേക്ക് ഈ ചിത്രം വന്ന് നിൽക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. ഗ്രന്ഥ ചിത്രമായിട്ട് ഈ മമ്മൂട്ടി ചിത്രം 2020 2ാമത്തെ ചിത്രവും വൻ പരാജയം ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. അത് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ചിലവർക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അവരോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ബഫൂക്ക ഒരു വൻ പരാജയത്തിലേക്കാണ് കൂത്തിയത്. അപ്പം മറ്റ് 2ാമത്തെ ചിത്രമായിരുന്നു
നമ്മുടെ ആലപ്പുഴ ജിംഖാന ഒരു വിജയ ചിത്രമാണെന്ന് നമ്മൾ അന്ന് തന്നെ പറഞ്ഞു. ആലപ്പുഴ ജിംഖാനയെ സംബന്ധിച്ച് കേരള കളക്ഷൻ 38,40,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കളക്ഷൻ 70,00,000 റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത് കളക്ഷനായി ഈ ചിത്രം നേടിയിരിക്കുന്നത് 2.38 മില്യനാണ്. അങ്ങനെ 20,33,00,000 രൂപയാണ് ഓവർസീസ് കളക്ഷനായിട്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 64,43,00,000 ഈ ചിത്രം ചെന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു ചിത്രമായിരുന്നു മരണമാഫ് എന്ന ചിത്രം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് 12,75,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,35,00,000 രൂപ കളക്ട് ചെയ്ത ഈ ചിത്രം ഓവർസീസിൽ നിന്ന് 5,43,00,000 കളക്ട് ചെയ്തു. 19,53,00,000 രൂപയാണ് ഇത് മരണമാഫ് ആകെ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മരണമാഫ് ഒരു വിജയ ചിത്രത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താം എന്ന് തോന്നുന്നു. ഏകദേശം അതിൻ്റെ ബഡ്ജറ്റ് ഏകദേശം 8 കോടിക്ക് മുകളിലുള്ള ബഡ്ജറ്റ് തന്നെ ആയിരിക്കാം. 10 കോടിക്ക് താഴെ നിൽക്കുന്ന ബഡ്ജറ്റ് തന്നെയാണ് മരണമാഫിൻ്റെ എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. അപ്പം 3 ചിത്രങ്ങളിൽ ബിഫുക്ക് ഒഴിച്ച് ബാക്കി 2 ചിത്രങ്ങളും ഒരു വിജയ ചിത്രമായി മാറി. അതിൽ ബൊമ്പം വിജയം നേടിയത് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന നെസ്ഫിലിൻ്റെ ചിത്രമാണ് എന്നുള്ളതും വളരെ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയണം. ഇതൊക്കെ പറയുമ്പോൾ നമുക്കെന്താ ഉണർവില്ലേ? അപ്പം മമ്മൂട്ടിയുടെ 2ാമത്തെ ചിത്രവും തിയേറ്ററിൽ വൻ പരാജയമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി ഹാട്രിക് അടിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പം എന്താ പറയുന്നത്, അപ്പം പുതിയ ചിത്രങ്ങളും പഴയ ചിത്രങ്ങളും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം പുതിയ വീഡിയോകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ.